CUT ട്യൂട്ടോറിയത്തിന്റെ സ്ട്രാറ്റജി സെഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CUT എക്സാം പല കോളേജുകളിലും മാൻഡേറ്ററി ആയിട്ട് പറയുന്ന പേപ്പറുകളിലൊന്നാണ് ജനറൽ ടെസ്റ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ ടെസ്റ്റിന്റെ കമ്പോണൻസ് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ഏതൊക്കെയാണ് അതിൻ്റെ ഡിവിഷൻ, അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് is related to the general knowledge part as well as current affairs. In the coming videos, we will be discussing in detail of the other topics. Before coming in detail to the strategy, നമുക്ക് ഈ സിലബസ് ഒന്ന് നോക്കാം. ജനറൽ ടെസ്റ്റിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ the first and foremost which is given is general knowledge. Then we have current affairs. അതിനുശേഷം മാത്സ്, റീസണിങ് പോലുള്ള സബ്ജക്റ്റുകൾ പുറകെ വരും. ഓക്കെ, ഇതിൽ വെയിറ്റേജ് ഈസ് അനദർ തിങ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. കറണ്ട് അഫെയർസും അതേപോലെ തന്നെ ജനറൽ നോളജിൻ്റെയും വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ടെസ്റ്റിനും ഏകദേശം 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ജനറൽ ടെസ്റ്റിൽ കറണ്ട് അഫെയർസിൻ്റെയും ജനറൽ നോളജും വരും. സോ ഇൻ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ ടെസ്റ്റിൽ വി ഹാവ് അറൌണ്ട് 60 ക്വസ്റ്റ്യൻസ്. 60 ക്വസ്റ്റ്യൻസിൽ 50 ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 60ൽ 20 ചോദ്യത്തോളം വരുന്നത് ജനറൽ നോളജും കറണ്ട് അഫെയർസുമാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ വെരി ബിഗ് കോൺട്രിബ്യൂഷൻ, റൈറ്റ്? സോ അതിനൊരു ഡീറ്റെയിൽഡ് സ്ട്രാറ്റജി നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ബാക്കി പല സബ്ജക്റ്റുകളും നമ്മളൊരു +2 പഠനത്തിൽ ഉൾപ്പെടുന്നതാണ്. ദിസ് ഈസ് സംതിങ് വിച്ച് സ്റ്റാൻഡ്സ് അപ്പാർട്ട്. സോ അതിന് വേണ്ട ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക തന്നെ നമ്മൾ വേണം. ഓക്കെ, കമ്മിങ് ഫർദർ we have to understand what type of questions come in this general test with related to general knowledge and current affairs. Normal MCQs വരാറുണ്ട്. ചോദ്യം 4 ഓപ്ഷൻസ്. ഓക്കെ, that is a simple one. Then comes match the following. 2 ലിസ്റ്റ് തരും, അതിൽ നിന്ന് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിട്ട് നമ്മൾ ആൻസേഴ്സ് എഴുതണം. Then comes reason and assertion. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തരും, ആ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്ത് വേറൊരു സ്റ്റേറ്റ്മെന്റ് തരും, അതിൻ്റെ രണ്ടിൻ്റെയും കണക്ഷൻ നോക്കി നമ്മൾ ആൻസർ ചെയ്യണം. പിന്നെ വരുന്ന ചോദ്യങ്ങളോ വി ഹാവ് സംതിങ് കോൾഡ് ആസ് ക്രോണോളജി. അതായത് ഓർഡർ, ഏത് ആദ്യമേ നടന്നു, ഏത് രണ്ടാമത് നടന്നു എന്നുള്ള ചോദ്യങ്ങളും നമുക്ക് ഈ ജനറൽ ടെസ്റ്റിനകത്തെ കറണ്ട് അഫെയർസും ജനറൽ നോളജിൽ നിന്ന് വരുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു ഏരിയ ഈസ് റിലേറ്റഡ് ടു ദ സിലബസ്. പരീക്ഷയുടെ സിലബസ് CUT വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വേഗാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ജസ്റ്റ് മെൻഷൻഡ് ആസ് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ്. അത് ഭയങ്കര വേഗാണ്, നമുക്കതിൽ നിന്ന് പഠിക്കാനും കുറച്ച് പാടാണ്. സോ ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊരു പ്രയോറിറ്റി ഏരിയാസ് കണ്ടുപിടിക്കാം, അതിനുശേഷം മാത്രമാണ് സംതിങ് കോൾഡ് ആസ് ദ സ്ട്രാറ്റജി വർക്ക്സ്. എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നുള്ള നമുക്കൊരു അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ പറ്റൂ. So first and foremost thing we have to understand is from where or on what areas the questions come. Okay, അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ് is analyzing previous year question papers. So on analyzing the previous year question papers, we have come across different dimensions for this test. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡയമെൻഷൻസ് ഒന്ന് ക്വിക്കായിട്ട് പറയാം, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരുന്നത്. ദെൻ വി വിൽ മൂവ് ഇൻ ടു ഡീറ്റെയിൽ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പോയതിനു ശേഷമായിരിക്കും വി വിൽ ബി ഡിസ്കസിങ് സംതിങ് കോൾഡ് ആസ് ദ സ്ട്രാറ്റജി. സോ നൗ ലെറ്റ്സ് ലുക്ക് ദ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ഹിസ്റ്ററി. ദെൻ വി ഹാവ് പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനുശേഷം വി ഹാവ് ജോഗ്രഫി. ഓക്കെ, ജോഗ്രഫിക്ക് ശേഷം we have something called as general science. General science കഴിഞ്ഞു കഴിഞ്ഞാൽ we have the basic sports, economics. So these form the core part. ഇതല്ലാതെ ജനറൽ ആയിട്ട് പറയുന്ന വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ കംസ് ഫുൾ ഫോംസ്. ഒരു ചോദ്യം ചോദിച്ചിട്ട് ഒരു പേര് തന്നിട്ട് അതിൻ്റെ ഫുൾ ഫോംസ് ചോദിക്കുന്ന പതിവുണ്ട്. ദെൻ കംസ് സം അതർ ഏരിയാസ് ടു. For example, important dates, important festivals. ഓക്കെ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ജനറൽ നോളജിൽ വരുന്നത്. ഓക്കെ, ദെൻ ആഫ്റ്റർ നോയിങ് ദിസ് we have to go in detail of it.
ഓക്കെ, കാരണം ജസ്റ്റ് ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പം ഇറ്റ് ലുക്സ് വേഗ്, റൈറ്റ്? സോ അതിനെപ്പറ്റി നമുക്ക് കുറച്ചും കൂടി ഒരു ധാരണ വേണം. സോ ആ കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് ദ വെരി ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഹിസ്റ്ററി. ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ ആക്ച്വലി വി ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു 4, 4 തിരിക്കാൻ പറ്റും. ഫസ്റ്റ് ഇറ്റ് ക്യാൻ ബി ഏൻഷ്യൻ ഹിസ്റ്ററി. ഇപ്പം ഏൻഷ്യൻ ഹിസ്റ്ററി എന്തുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു വേഗമായിട്ട് ഏൻഷ്യൻ ഹിസ്റ്ററി പറഞ്ഞല്ല. ദർ ആർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫ്രം ഏൻഷ്യൻ ഹിസ്റ്ററി. ഓക്കെ, യു ക്യാൻ സീ ഇൻ ദ സ്ക്രീൻ ആക്ച്വലി ദി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് പോസ് ചെയ്ത ചോദ്യം കാണാൻ പറ്റും. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സ്ക്രിപ്റ്റ്. അശോക യൂസ് ചെയ്ത സ്ക്രിപ്റ്റ്, അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ സ്റ്റാർട്ടിങ് ഫ്രം ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ മുന്നോട്ട് ആ ഒരു ക്രൊണോളജി പഠിച്ച് ഒരു മൗര്യൻ, ഗുപ്ത ഡൈനാസ്റ്റി വരെ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിട്ടായിരിക്കുന്നു. ഓക്കെ, അതിനുശേഷം കംസ് ദ മിഡീവൽ ഹിസ്റ്ററി. മിഡീവൽ ഹിസ്റ്ററിയും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും PYQs വന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ്, എസ്പെഷ്യലി ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, അതിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ ചോദ്യം കാണാം. ഐ വിൽ ബി മൂവിങ് ക്വിക്ക്, സോ യു ക്യാൻ പോസ് ദ വീഡിയോ ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അതിനുശേഷം മോഡേൺ ഹിസ്റ്ററി വരുന്നു. മോഡേൺ ഹിസ്റ്ററി എന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ CUET വന്നിട്ടുള്ളത്, എസ്പെഷ്യലി ഫ്രം ജനറൽ നോളജ്. ഓക്കെ, റിലേറ്റഡ് ടു ദ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ്, അതായത് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ഇതിൽ നിന്നൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ, ഈവൻ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദ്യങ്ങൾ വരെ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ കംസ് അനദർ പാർട്ട് ഓഫ് ഹിസ്റ്ററി, ദാറ്റ് ഈസ് വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററി നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് ബാറ്റിൽസ്, ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, ഇതിൽ നിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ 2023 വൺ ഓഫ് ദി ഫേമസ് ബാറ്റിൽ ഇൻ വിച്ച് നെപ്പോളിയൻ വാസ് ഇൻവോൾവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ് ബ്രിട്ടീഷ് ഫോഴ്സിനെ ലീഡ് ചെയ്തിരുന്നത്? യു ക്യാൻ സീ ദ ക്വസ്റ്റ്യൻസ് ഓൺ ദ സൈഡ്. ഓക്കെ, അതിനുശേഷം കംസ് ഹിസ്റ്ററി ആണെന്ന് തന്നെ നമുക്ക് പറയാം, ദാറ്റ് ഈസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഇൻഡിപെൻഡൻസിന് ശേഷം എന്തൊക്കെ ഏരിയകൾ നടന്നിട്ടുണ്ട്, എന്തൊക്കെ മൂവ്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്, അതിനെപ്പറ്റിയും CUET ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹിസ്റ്ററി. ഓക്കെ, അടുത്തതായിട്ട് നോക്കാനുള്ള ഏരിയ ആണ് റിലേറ്റഡ് ടു പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതിൽ നിന്നും ഒത്തിരിയധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പൊളിറ്റി? വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് റിലേറ്റഡ് ടു ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. For example, a previous year question paper is related to Article 44. Okay, you can see the question here also. അതേപോലെ different constitutional amendments, അതിനെപ്പറ്റിയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. Then comes another area from where so much of questions have come is Parliament. Parliament, ലോക്സഭ, രാജ്യസഭ, അവിടെയൊക്കെ പാസ്സാക്കുന്ന ബില്ലുകൾ, ഇതിനെപ്പറ്റിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. സോ ഓൾ ടുഗദർ പൊളിറ്റി and constitution is a very important part for us. Then comes another important area, that is geography. Geography നിന്നും നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. കുറച്ച് ബേസിക് ലെവലിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പം പൊളിറ്റിയും ഹിസ്റ്ററിയും പോലെയല്ല, കുറച്ചും കൂടി ബേസിക്. ഫോർ എക്സാമ്പിൾ റിവേഴ്സ്, മൗണ്ടൻ റേഞ്ചസ്, ഐലൻഡ് പോലുള്ള ഏരിയയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ദെൻ കംസ് ബേസിക് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഇൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. സോ ജോഗ്രഫി ആസ് സച്ച് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ലാർജസ്റ്റ് സീ, ഓക്കെ, ലാർജസ്റ്റ് ഓഷ്യൻ, അങ്ങനെയുള്ള രീതിയിൽ ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ മൂവിങ് ഫോർവേഡ് കംസ് എക്കണോമി. എക്കണോമിയിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല, എന്നാലും വി ഹാഡ് സം ക്വസ്റ്റ്യൻസ്, സോ വി ക്യാൻ എക്സ്പെക്ട് ഇനി വരുന്ന സമയങ്ങളും ചോദ്യങ്ങൾ വരാം. എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ the main areas, the basic economic terms, for example import, export, budget, ഇതിൽ നിന്നൊക്കെ പ്രീവിയസ് ഇയർ ചോദ്യം വന്നിട്ടുണ്ട്. സോ അതും നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ആണ്. അനദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫോർ ദിസ് എക്സാം ഈസ് റിലേറ്റഡ് ടു സ്പോർട്സ്. സ്പോർട്സിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഒളിമ്പിക്സ് വിന്നറിൽ ചോദിക്കാറുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതേപോലെ വൺ ഓഫ് ദി PYQ ഈസ് റിലേറ്റഡ് ടു നീരജ് ചോപ്ര ഏത് ഏരിയയിലാണ് എക്സെല് ചെയ്തത് എന്ന് സ്പോർട്സിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ് ആൻഡ് ട്രോഫീസ്, ഇതും നമ്മുടെ കറണ്ട് അഫെയർസിൽ അല്ലെങ്കിൽ നമ്മുടെ ജനറൽ നോളജിൽ ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ആണ്. ദെൻ സം അതർ ഏരിയാസ്, ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്, ഡാൻസ് ഫോംസ്,
ആർട്ട് ഫോംസ്, ഇതൊക്കെ PYQയിൽ പല സമയത്തും കണ്ടുകഴിയണം. അതൊക്കെ നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കുക തന്നെ വേണം. ഓക്കെ, ദെൻ കംസ് സയൻസ്. ബേസിക് സയൻസിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ CUET ജനറൽ ടെസ്റ്റിൽ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ബേസിക് നോളജ് അബൌട്ട് പ്രഷർ, ടെമ്പറേച്ചർ, ഇതിനെയൊക്കെ എങ്ങനെ മെഷർ ചെയ്യുന്നു, SI യൂണിറ്റുകൾ ഏതൊക്കെയാണ്, ഓക്കെ, സെല്ലിൽ നിന്ന് പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. സോ ജനറൽ സയൻസിൽ നിന്ന് പിന്നെ ബേസിക് ഇൻവെൻഷൻസ്, പണ്ട് സയൻസിൽ ഏതൊക്കെ നോബൽ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു രീതിയിൽ there are questions from science also. Okay, so this forms the basic subjects. നമുക്കൊരു സബ്ജക്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും. Then comes some basic general knowledge things. For example, important years. Environment Day was asked as a previous year question paper. Then comes another important area, that is full forms. NABARD in the full form ചോദിച്ചിട്ടുണ്ട്, EVM in the full form ചോദിച്ചിട്ടുണ്ട്. So those are some of the things which comes in full forms. പിന്നെ വരുന്ന ഏരിയയാണ് books and authors, especially in international area as well as in Indian national movement. ആ സമയത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ വർക്ക്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതും നമ്മൾ പഠിക്കണം. Then comes different international organizations, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതേപോലെ ഇന്ത്യയുടെ ഇമ്പോർട്ടൻ്റ് ഓർഗനൈസേഷൻ ലൈക്ക് RBI, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഏരിയാസ് ആണ്. ഓക്കെ, ദെൻ കംസ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. പക്ഷേ നമുക്ക് ഒരു ജനറൽ നോളജിനെ വെച്ചൊരു ഐസൊലേഷനിൽ ഇതിനെ കാണാനും പറ്റില്ല, ബിക്കോസ് ബോത്ത് ആർ ഇന്റർ കണക്റ്റഡ് ഇൻ മെനി വേയ്സ്. സോ കറണ്ട് അഫയേഴ്സ് ആസ് ഇറ്റ് മീൻസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയൊക്കെ പറ്റി ഒരു ധാരണ വേണം. അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മേജർ അപ്പോയിൻമെൻറ്റ്സ്, ഓക്കെ, മേജർ അവാർഡ്സ്, മേജർ കോൺഫ്ലിക്ട്സ്, നമ്മുടെ സ്റ്റേറ്റിനകത്തും അതായത് നമ്മുടെ ഇന്ത്യയുടെ അകത്തും അതേപോലെ വെളിയിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സ്. ഇഫ് ഐ ഗിവ് യു എൻ എക്സാമ്പിൾ, 2022 CUET എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണ് റിലേറ്റഡ് ടു യുക്രൈൻ. യുക്രൈൻ്റെ ക്യാപിറ്റലും വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു. ഫ്രം വേർ ദാറ്റ് ക്വസ്റ്റ്യൻ കെയിം? ചുമ്മാ റാൻഡമായിട്ട് ചോദിക്കുന്നില്ല. വൈ? ബിക്കോസ് റഷ്യ യുക്രൈൻ ക്രൈസിസ് ഇസ് ഹാപ്പനിങ്. സോ ദേ ക്യാൻ പിക്ക് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദെയർ. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കൂടിയുണ്ട്. ഫോർ എക്സാമ്പിൾ, വി ഹാവ് ഇലക്ഷൻസ്. സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻസ് ആയാലും നാഷണൽ ലെവൽ ഇലക്ഷൻസ് ആയാലും ഇന്റർനാഷണൽ ലെവൽ ഇലക്ഷൻസ് ആണെങ്കിലും ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us. Then comes ഇൻവെൻഷൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ഇൻ സ്പേസ്, സാറ്റലൈറ്റ്സ്, ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ വിച്ച് CUET exam asks is related to report and publications. റിപ്പോർട്ടും പബ്ലിക്കേഷൻസും നിന്നും ഏത് റിപ്പോർട്ട് ആര് കൊണ്ടുവന്നു. For example, there was a previous year question paper in which reports were asked. You can see the question over here. So അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. So in a nutshell, if you see, these are the areas in which questions have come. ഒരു ഹൈ പ്രയോറിറ്റി ഏരിയാസ് തന്നെ നമുക്ക് പറയാം. Then comes strategy. നമ്മളിപ്പോൾ സിലബസ് ഇൻ ഡീറ്റെയിൽ മനസ്സിലാക്കി. ഇനി നമുക്ക് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യണം. സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തോന്നുന്നു എന്തിനാണ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്, റൈറ്റ്? ബിക്കോസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേച്ചർ ഓഫ് CUET എക്സാം. ഓരോ വർഷവും CUET എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ഈസ് സോറിങ് ആക്ച്വലി. 15 lakh in 2024, it is around 20 lakh students that are writing. So in a competitive exam, we have to outperform others. So ഒരു വ്യക്തമായ സ്ട്രാറ്റജി is very important. ഇപ്പോൾ CUET എക്സാം നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. A short term strategy for those who are writing in 2024 and a long term strategy for those who are writing in 2025. First, we will discuss a short term strategy that is related to the 2024 CUET exam. അത് നോക്കുകയാണെങ്കിൽ we have very less time now. എക്സാം ഒരു 1 monthനുള്ളിൽ തന്നെ വരും. So what we have to do is that നമുക്കൊരു ടെസ്റ്റ് സീരീസ് എടുത്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും പ്രൊഡക്റ്റീവും ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. But you have to be very focused on selecting a question paper or selecting a test series. അതിന് CUET എക്സാമുമായിട്ട് സാമ്യമുണ്ടോ എന്ന് നോക്കണം. ഒരു നല്ല ആൻസർ കീ, ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ആൻസർ കീ ഉണ്ടോ എന്നുള്ളത് നോക്കണം.
അതിൽ നിന്നും പഠിക്കുന്നതായിരിക്കും ഇനിയുള്ള സമയങ്ങളിൽ ഒരു ഷോർട്ട് ടേം സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. ഓക്കെ, CUT ട്യൂട്ടോറിയലിലും ഒരു നല്ല കോംപ്രഹെൻസീവ് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒരു ലോങ് ടേം സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദോസ് ഹു ആർ റൈറ്റിംഗ് ഇൻ 2025, I will always say to my students, start with newspaper reading. Hindu, Indian Expresso, whichever newspaper you are comfortable, try to read it. അതിൽ നിന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ് യു ക്യാൻ ഓൾസോ ഡു എലോങ് വിത്ത് യുവർ അതർ സ്റ്റഡീസ്. +1ലും +2ലും നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡെയിലി ഹാഫ് ആൻ അവർ യു ക്യാൻ ഇൻവെസ്റ്റ്. ഓക്കെ, അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ, ഞാൻ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ദ കോർ ഏരിയാസ് പറഞ്ഞു. അതിൽ നിന്നൊരു ന്യൂസ് കാണുവാണെങ്കിൽ യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് യു ക്യാൻ കീപ്പ് എ ബുക്ക്. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ബുക്ക് കീപ്പ് ചെയ്യാം. അതിനകത്ത് റീസെൻ്റ്ലി നടക്കുന്ന ഇലക്ഷൻ, അതിൻ്റെ വിന്നേഴ്സ്, റീസെൻ്റ് ആയിട്ട് നടക്കുന്ന അപ്പോയിൻമെൻറ്റ്സ്, വിന്നേഴ്സ്, ഹിസ്റ്ററിയുടെ തന്നെ പല ബർത്ത് ആനിവേഴ്സറീസ് പോലെ സംഭവങ്ങൾ വരും. അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. ജോഗ്രഫിയിൽ ഫോർ എക്സാമ്പിൾ ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തു, ഫോർ എക്സാമ്പിൾ സം പ്ലേസസ് വിൽ ബി ന്യൂസ് ഡ്യൂ ടു കോൺഫ്ലിക്ട്സ് എക്സെട്ര, അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. സോ ബൈ ദാറ്റ്, in the time of 1 year, you will be having a rich repository of information available there that can come really handy in your preparation. Then ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള പല സബ്ജക്റ്റുകളിനെ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൽ നിന്ന് ചെറിയ രീതിയിൽ പഠനങ്ങൾ നമുക്ക് ഇപ്പോഴേ തുടങ്ങാം. ബിക്കോസ് ട്രസ്റ്റ് മീ ഗൈസ്, ദ കോമ്പറ്റീഷൻ ഇൻ CUT ഈസ് പോസ് ടു ഇൻക്രീസ്, കൂടാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. സോ വി ഓൾസോ മസ്റ്റ് ബി റിയലി പ്രിപ്പയർഡ് ഓഫ് ഇറ്റ്, ബിക്കോസ് CUT നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന ഓപ്പർച്യൂണിറ്റീസ് ആർ റിയലി 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 ഗ്രേറ്റ്. So we should never miss it. Thank you guys and all the best for your future.